ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗ്രേറ്റ് ഈഗിൾ ടെക്കിന്റെ മല്ലോ മാർക്കറ്റ് പ്രൊഫൈൽ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് മഹാരാഷ്ട്ര ഇലക്ഷൻ, ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചും NSE സ്റ്റോക്ക് എക്സ്ചേഞ്ചും ഒക്കെ അവധിയാണ്. കാരണം എപ്പോഴും ആൾക്കാർ ചോദിക്കാറുണ്ട്, എക്സ്ചേഞ്ച് എന്തിനാണ് ഹോളിഡേ വെക്കുന്നത് ബോംബെ ഇലക്ഷൻ വരുമ്പോൾ. സാധാരണ യൂഷ്വലി മഹാരാഷ്ട്രയാണല്ലോ നമ്മുടെ ഇന്ത്യയുടെ ഫിനാൻസ് ക്യാപിറ്റൽ എന്നറിയപ്പെടുന്നത് ബോംബെ ആണ്. അപ്പൊ ആ ബോംബെയുടെ ഹൃദയമായ NSEയും BSEയും അവധിയായതുകൊണ്ട് അവിടെ അവർക്ക് വോട്ടിങ്ങിന്റെ റൈറ്റിന്റെ അതൊക്കെ ഉള്ളത് കൊണ്ട് സ്വാഭാവികമായിട്ട് അവധി കൊടുക്കുക. അപ്പൊ എക്സ്ചേഞ്ച് എന്തുകൊണ്ട് പ്രവർത്തിക്കാൻ പറ്റില്ല? അത് വളരെയധികം പണ്ട് തൊട്ട് എന്റെ 20 വർഷത്തെ ട്രേഡിംഗ് എക്സ്പീരിയൻസിൽ ഞാൻ പലപ്പോഴും ഈ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്, എന്തിനാണ് വെറുതെ ഈ അവധി കൊടുക്കുന്നത് മാർക്കറ്റ്? അത് എക്സ്ചേഞ്ചിൽ വോട്ട് ചെയ്യുക, തിരിച്ചു വരിക, എക്സ്ചേഞ്ച് ഫംഗ്ഷൻ ചെയ്യേണ്ടത് എന്നൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ട്. പക്ഷെ അതൊരു അതൊരു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് പ്രകാരം NSEക്കും BSEക്കും അങ്ങനെ ഹോളിഡേ കൊടുക്കാനുള്ള റൈറ്റ് ഉണ്ട്. ദാറ്റ് ഈസ് എ ഗുഡ് തിങ്. കാരണം വോട്ടിംഗ് എല്ലാവരുടെ ഒരു റൈറ്റ് ആണ്. സോ ഇന്ന് മഹാരാഷ്ട്ര ഇലക്ഷൻ ആണ്. അതായത് UP കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നിയമസഭാ മണ്ഡലങ്ങളുള്ള ഒരു സ്റ്റേറ്റ് ആണ് മഹാരാഷ്ട്ര. സോ മഹാരാഷ്ട്രയെ സംബന്ധിച്ച് ഏകദേശം 200 മുകളിലോളം 210 മുകളിലോളം MLA സീറ്റ് ഉള്ള ഈ സ്ഥലത്ത് ഇപ്പൊ മഹായൂതി എന്ന് പറഞ്ഞ നമ്മുടെ അജിത് പവാർ പക്ഷം NCPയുടെ, ഷിൻഡെ പക്ഷം ശിവസേനയുടെ, BJP, ഈ മൂന്ന് പാർട്ടികളും പിന്നെ ഒന്ന് രണ്ട് ചെറു പാർട്ടികളൊക്കെ ചേർന്നാണ് അവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും NDAയുടെ സപ്പോർട്ടീവായിട്ട് രീതിയിലുള്ള കാര്യങ്ങളാണ് ഇപ്പൊ നടന്നത്. ഇതിന് മാറി വരികയാണെങ്കിൽ ഈ രാജ്യസഭയുടെ ഭൂരിപക്ഷത്തിലെ കുറച്ച് ഇടിവുകൾ ഇപ്പം അതിലായി കൂടെ ഭാവിയിൽ വരാനുള്ള ചാൻസ് കാണുന്നുണ്ട്. അപ്പം BJP അല്ലെങ്കിൽ കേന്ദ്രം ഭരിക്കുന്ന സെൻട്രൽ പാർട്ടിയെ സംബന്ധിച്ച് ഈ ഇലക്ഷൻ അവരെ സംബന്ധിച്ചുള്ള അമ്പിനെ ജീവൻ മരണ പോരാട്ടം എന്ന് പറയും. അതേപോലെ കോൺഗ്രസ് അവരുടെ ഇന്ത്യ സഖ്യത്തിന് അവരുടെ തിരിച്ചു വരവിന് വേണ്ടിയിട്ടുള്ള ഒരു പോരാട്ടം കൂടിയാണ് ഇപ്പൊ അവിടെ നടക്കുന്നത്. അപ്പൊ മഹാരാഷ്ട്ര ഇലക്ഷന്റെ നമ്മുടെ ഇന്ന് രാത്രിയൊക്കെ ആകുമ്പോൾ മഹാരാഷ്ട്ര ഇലക്ഷന്റെ നമ്മുടെ എക്സിറ്റ് പോൾ എല്ലാം വരും. സോ എക്സിറ്റ് പോളിൽ നല്ല രീതിയിലുള്ള മൂവ്മെന്റം വരുന്നുണ്ടെങ്കിൽ നാളെ മാർക്കറ്റ് എങ്ങനെ വേണോ പോവാം. സോ അത് നമുക്ക് എങ്ങനെയാണെന്നൊക്കെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. അപ്പം ഇന്നലെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ അടിപൊളി കിടില മാർക്കറ്റായിരുന്നു. നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് പറഞ്ഞൂടാ. ഇന്നലെ നമ്മുടെ മാർക്കറ്റ് ഓപ്പൺ ചെയ്തു, ബുള്ളിഷ് റെഫറൻസിന് മുകളിൽ പോയി ഫസ്റ്റ് ടാർഗറ്റും സെക്കൻഡ് ടാർഗറ്റും തന്നു. അതിനുശേഷം അവൻ 23,840 വരെ വന്നതിന് ശേഷം അവിടുന്ന് ഒരൊറ്റ അടി. ഇന്നലെ മാർക്കറ്റ് ലാസ്റ്റ് മിനിറ്റിൽ ഈ സെൽ ഓഫ് തുടങ്ങാൻ കാരണം 760 പൊട്ടിയ സമയത്ത് അടിപൊളി ഒരു സെൽ ഓഫ് തുടങ്ങി. അത് കാരണം വേറെ ഒന്നും കൊണ്ടല്ല, റഷ്യ പണിയാവൂ എന്ന് ചോദിച്ചുള്ള എന്റെ ക്യാപ്ഷനിലെ ആൻസർ ആണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. കാരണം എന്താണ്, ഇപ്പം ഈ വെസ്റ്റേൺ വാർ ഫ്രണ്ടിൽ, അതായത് ഉക്രൈനിൽ സഹായിക്കുന്ന നാറ്റോ പോലത്തെ ഉള്ള സഖ്യങ്ങളെല്ലാം ചേർന്നുള്ള കൊടുക്കുന്ന എക്വിപ്മെന്റ് ഉക്രൈൻ പ്രയോഗിച്ചെന്ന് പറഞ്ഞു. ആ പ്രയോഗിച്ചത് കാരണം എന്ത് പറ്റി? വ്ളാഡിമിർ പുടിൻ പറഞ്ഞു ന്യൂക്ലിയർ കാര്യങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള അനുമതി പത്രം കൊടുത്തു എന്ന രീതിയിൽ ഒരു ന്യൂസ് വന്നു. അത് ശരിയാണോ ഇല്ലയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ അതാണ് ഈ മാർക്കറ്റിൽ ഉണ്ടായ ഈ ഒരു ഹെവി സെൽ ഓഫിന് കാരണം. പ്രത്യേകിച്ച് നിഫ്റ്റിയിൽ കേറിയ കയറ്റം റാ എന്ന് പറഞ്ഞ നമ്മളെ കണ്ടല്ലോ, റാ കൃത്യമായിട്ട് പറയണമെങ്കിൽ അതേപോലെ അടിച്ച്. സോ അടിപൊളി കിടിലൻ ട്രേഡൊക്കെ ആയിരുന്നു. ആ സാധനം അടിച്ചു വരെയാണ് ചെയ്തത്. അപ്പം ഇന്നലെ കയറിയതുപോലെ ഇറങ്ങി, എവിടെ കയറിയോ അതേപോലെ മാർക്കറ്റ് ഇറങ്ങുകയും ചെയ്തു. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ മാർക്കറ്റ് നല്ല രീതിയിൽ സെൽ ഓഫ് ഇന്നലെ വന്നിട്ടുണ്ട്. ആ സെൽ ഓഫ് നിഫ്റ്റിയെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള ഒരു സെൽ ഓഫിനും വളരെയധികം കാരണമായിട്ട് വരികയും നിഫ്റ്റി താഴേക്ക് ഇറങ്ങി തിരിച്ച് വീണ്ടും 760 താഴെ 678, 670 താഴെ 23,614 തിരിച്ച് നമ്മുടെ ഇന്നലത്തെ POC ആയ 23,520 ഭാഗത്തേക്ക് വന്നു. നമ്മുടെ വേറെ സഫർസും താഴെ പോയിട്ടില്ല. ചുരുക്കി പറഞ്ഞ ഇന്നലെ മോർണിംഗില് നമുക്ക് നല്ല ട്രേഡ് കിട്ടിയായിരുന്നു. ആ ട്രേഡ് കിട്ടിയതിന്റെ വീഡിയോ ഞാൻ ഇന്നലെ നിങ്ങൾക്ക് യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏകദേശം പറഞ്ഞാൽ എനിക്ക് 5 ലക്ഷം രൂപ ഒരു ഫണ്ട് കാണിച്ച ആ ഒരു അക്കൗണ്ടില് ഏകദേശം പറഞ്ഞാൽ 34,000-ഓളം പ്രോഫിറ്റ് ഇന്നലെ കിട്ടിയ നല്ല ട്രേഡ്, എന്നെ സംബന്ധിച്ച് നല്ലൊരു ട്രേഡിംഗ് ദിവസമായിരുന്നു. പിന്നെ നമ്മുടെ ബാങ്ക് നിഫ്റ്റി നിങ്ങൾ നോക്കുകയാണെങ്കിൽ ബുള്ളിഷ് റെഫറൻസിന് മുകളിലാവാൻ പോയതിനു ശേഷം ഫസ്റ്റ് ഓഫ് ടാർഗറ്റ് കിട്ടി. പക്ഷെ സെക്കൻഡ് ടാർഗറ്റിന്റെ കുറച്ച് അവിടം വരെ പോയി തിരിച്ച് അതേപോലെ ബാങ്ക് നിഫ്റ്റി ഇറങ്ങിയ പോലെ
അവന് റായാണ് ബ്രേക്ക് ചെയ്ത് ആ റാ ബ്രേക്ക് ചെയ്താണ് നമ്മൾ കൃത്യമായിട്ട് ക്ലോസ് ചെയ്തത്. അപ്പം ചുരുക്കി പറഞ്ഞ ഇനി ബാങ്ക് നിഫ്റ്റിക്ക് ലാസ്റ്റ് മിനിറ്റില് ഫ്യൂച്ചറിൽ കുറച്ച് സെൽ ഓഫ് ഒക്കെ വന്നായിരുന്നു. പക്ഷെ നമ്മുടെ ഏതുമാണ് ന്യൂട്രൽ എക്സ്ട്രീം ഡൗൺവേർഡ് മൂവ്മെന്റ് പോലെയാണ് മാർക്കറ്റിൽ വന്നത്. ചുരുക്കി പറഞ്ഞ നമ്മളെ നിഫ്റ്റിയുടെ മാർക്കറ്റ് പ്രൊഫൈൽ പ്രകാരം നിഫ്റ്റി ഒരു നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു ന്യൂട്രൽ എക്സ്ട്രീം ഡൗൺ ഡേ ആണ്. പി ഒ സി നിൽക്കുന്നത് 23,798 ഭാഗത്ത്, വിവാപ്പ് നിൽക്കുന്ന 23,706 ഭാഗത്തുമാണ്. ചുരുക്കി പറഞ്ഞാൽ ന്യൂട്രൽ എക്സ്ട്രീം ഡേയ്സ് എന്ന് പറഞ്ഞാൽ നെവർ ഗീവ് എ ഫോളോ അപ്പ്. വളരെ അപൂർവമായ ദിവസങ്ങളിൽ മാത്രമേ ന്യൂട്രൽ എക്സ്ട്രീം ഫോളോ അപ്പ് തരുള്ളൂ. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മുടെ നിഫ്റ്റി. ഇപ്പൊ 23,740 വരെ പോയ സാധനം 23,672 ഭാഗത്താണ് ഇപ്പൊ നിൽക്കുന്നത്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ന്യൂട്രൽ എക്സ്ട്രീം നമ്മുടെ ക്ലോസ് ചെയ്ത് 534 ഭാഗത്ത്. ചുരുക്കി പറഞ്ഞാൽ നാളെ 130-140 പോയിന്റ് ഗ്യാപ്പ് അപ്പിലേക്ക് മാർക്കറ്റ് നാളെ കാലത്ത് ഇത് സസ്റ്റെയിൻ ചെയ്യുന്നു. ഇന്നത് എക്സിറ്റ് പോൾ അല്ല, ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം പോസിറ്റീവ് വരികയാണെങ്കിൽ മാർക്കറ്റ് ഇതിന്റെ ഈ ഭാഗത്ത് നിൽക്കാനുള്ള ചാൻസ് കുറച്ച് കൂടുതലാണ്. അപ്പൊ നമുക്ക് നോക്കേണ്ടത് ന്യൂട്രൽ എക്സ്ട്രീം ഡേയ്സ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഓർത്തുകൊള്ളുക, ഒരു ഏത് പാർട്ടിയാണോ ന്യൂട്രൽ എക്സ്ട്രീം ഡേ തന്ന് ക്ലോസ് ചെയ്യുന്നത് ആ പാർട്ടിക്ക് ഫേവറബിൾ ആയിട്ട് മാർക്കറ്റ് ഒരിക്കലും വരില്ല. പിറ്റേ ദിവസം ഒരിക്കലും മാർക്കറ്റ് വരില്ല. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് 90% മുകളിൽ ഇതിന് ആക്യുറസി ഉണ്ട്. അതായത് നമ്മൾ ഒപ്പൽ ന്യൂട്രൽ എക്സ്ട്രീം ഡേയ്സിൽ പൊസിഷൻ എടുക്കുകയാണെങ്കിൽ ഇവിടെ നമ്മളൊരു ചെറിയ റിസ്കിൽ കോൾ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് 90% സമയത്തും അത് റിവേഴ്സൽ വന്ന് നമുക്ക് ടാർഗറ്റ് തരാനുള്ള ചാൻസ് അറ്റ്ലീസ്റ്റ് നമുക്കൊരു 25 പോയിന്റെങ്കിലും നമുക്ക് ടാർഗറ്റ് തരാനുള്ള ഒരു ചാൻസ് കൂടുതലാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ഇന്നലെ 23,800 5th ഡിസംബറിന്റെ കോൾ വാങ്ങിച്ചിട്ട് 23,400 നാളെ എക്സ്പയർ ആവുന്ന ഒരു പുട്ട് മേടിച്ച് ഈക്വൽ ക്വാണ്ടിറ്റി ഞാൻ മേടിച്ച് ഹെഡ്ജ് എടുത്തിട്ട് ഞാൻ പോയിട്ടുണ്ട്. കാരണം ഇൻ കേസ് ആ റഷ്യയുടെ ഇഷ്യൂ അല്ലെ ഇത് ഉണ്ടാവണമെങ്കിൽ നാളെ ഗ്യാപ് ഡൗൺ വരാം. ഇല്ല ഇന്ന് രാത്രി നമ്മുടെ മഹായൂതി സഖ്യമല്ല പകരം ഇന്ത്യ സഖ്യമാണ് വരാൻ പോണെന്ന് പറയുകയാണെങ്കിൽ കൂടെ മാർക്കറ്റ് വേണമെങ്കിൽ നല്ല രീതിയിൽ മൂവ്മെന്റ് തരാം. അപ്പൊ ആ ഒരു റിസ്ക് എനിക്ക് ഫാക്ടർ ഉള്ളത് കൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു പൊസിഷൻ എടുത്ത് വെച്ചിട്ട്, പക്ഷെ എന്റെ ഫേവറബിലിറ്റി ഏറ്റവും കൂടുതൽ 23,800 മുകളിൽ അല്ലെങ്കിൽ 23,700 ഭാഗത്തേക്ക് ഇന്നലത്തെ വിവാപ്പിന്റെ ഭാഗത്തേക്ക് ഒരു റിട്രേസ്മെന്റ് നിഫ്റ്റി തരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പം ന്യൂട്രൽ എക്സ്ട്രീം ഡേയ്സിന്റെ സെറ്റപ്പിനെ കുറിച്ചുള്ള വീഡിയോ ഞാൻ ഈ വരാൻ 2 ദിവസത്തിൽ നിങ്ങൾക്ക് കൊടുക്കും. ആ വീഡിയോ കാണുക, നിങ്ങൾക്ക് ആ ന്യൂട്രൽ എക്സ്ട്രീം ഡേയ്സ് എങ്ങനെ പ്ലേ ചെയ്യണമെന്ന് നിങ്ങൾക്ക് അതിൽ മനസ്സിലാവാൻ പറ്റും. അപ്പോൾ ചുരുക്കി പറഞ്ഞ നിഫ്റ്റി ന്യൂട്രൽ എക്സ്ട്രീം ഡൗൺ ക്ലോസിംഗ് ആണ്. വിവാപ്പ് 23,706 പി ഒ സി 23,798 അപ്പൊ നമുക്ക് ആദ്യം എന്ത് ചെയ്യണം, നിഫ്റ്റിയുടെ ബാക്കി ഈ ലെവലൊക്കെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് പുതിയ ലെവൽ അങ്ങ് വളയ്ക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് പുതിയ ലെവൽ വളയ്ക്കാനല്ല വരയ്ക്കാം. സോ 23,798 നിഫ്റ്റിയുടെ പി ഒ സി. എത്രയാണ്? 23,797 പി ഒ സി. ഒരു കാര്യം എപ്പോഴും നിങ്ങൾ ഓർത്തുകൊള്ളുക, പി ഒ സിയെ കാട്ടി ഇമ്പോർട്ടന്റ് ആണ് ഏതാണ് നിഫ്റ്റി ന്യൂട്രൽ എക്സ്ട്രീം ഡേയ്സിന് വിവാപ്പിന്. സോ വിവാപ്പ് എന്ന് പറഞ്ഞാൽ 23,706. അത് നമുക്ക് മാർക്ക് ചെയ്ത് 23,706. വിവാപ്പ് എത്രയാണ്? 23,706. അപ്പൊ അത് കൃത്യമായി ഓർത്തോളുക. 23,706 മുകളിൽ മാത്രമേ നിങ്ങൾ ഒരു ബൈയെ കുറിച്ച് ചിന്തിച്ചാൽ മതി. ഒരു ബൈയെ കുറിച്ച് ചിന്തിച്ചാൽ മതി. 23,706 അല്ലെ വിവാപ്പൻ. നമ്മൾ എന്താണ് വിവാപ്പൻ? നമ്മളെ ബുള്ളിഷ് റഫ്. ഓക്കെ, അതിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യണമെങ്കിൽ നമ്മുടെ പി ഒ സിയുടെ ഭാഗമായ പി ഒ സി ആൻഡ് R1 ഈ ഭാഗത്തേക്ക് പോവാം. സോ ഓർത്തോളൂ. അപ്പൊ 707 മാറിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുമെങ്കിൽ 797 797 മുകളിൽ നിൽക്കുകയാണെങ്കിൽ 875. എത്രയാണ്? 875. 23,000 R2 എന്ന് പറയുമ്പം 23,875. അതിനു മുകളിൽ അടുത്ത ലെവൽ എത്രയാണ്? അടുത്തത് എത്രയാണ്? ഇത് നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി നമുക്ക് നോക്കേണ്ടത് താഴോട്ട് ഓർത്തോളുക. നമുക്ക് ഇടയ്ക്ക് കുറെ സിംഗിൾ പ്രിന്റ് ഉണ്ട്. അപ്പൊ ഫസ്റ്റ് നമ്മളെ കടമ്പ എന്ന് പറയുമ്പോൾ ഓർത്തോളുക 23,460 താഴെ മാത്രമേ ഇന്ന് സെല്ലിനെ കുറിച്ച് ചിന്തിച്ചാൽ മതി. 23,460 നമ്മളെ സംബന്ധിച്ചുള്ള ബെയറിഷ് റഫറൻസ് എന്ന് പറഞ്ഞാൽ 23,460. അതിന് താഴെ നിങ്ങൾ സെല്ലിനെ കുറിച്ച് ചിന്തിക്കാം. സോ അതിന് താഴെ നിൽക്കുകയാണെങ്കിൽ മാർക്കറ്റ് എന്ത് ചെയ്യും? ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറഞ്ഞ രീതിയിൽ 23,385. 23,000 എസ് എന്ന് പറഞ്ഞാൽ 23,385. അത് താഴെ അടുത്ത എത്രയാണ്? 23,298. 23,298.
23,298. ഇതാണ് S2. ഞാൻ S1 S2 വയ്ക്കുന്നുള്ളൂ, കാരണം ലാർജ് റേഞ്ച് ആയതുകൊണ്ട് നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ കുറച്ച് പാടാവും. അതുകൊണ്ട് ഞാൻ S1 S2 മാത്രമേ വയ്ക്കുന്നുള്ളൂ. ഓർത്തോളുക, 23,706 മുകളിൽ നിൽക്കുകയാണെങ്കിൽ നമുക്ക് 23,798, അതിന് മുകളിൽ 23,875 പോകാനും, ഇനി 23,460 താഴെ നിൽക്കുകയാണെങ്കിൽ 385ഉം 298ഉം പോകാൻ ചാൻസ് ഉണ്ട്. മാർക്കറ്റ് ഇതിനകത്ത് നിന്ന് കളിക്കുകയാണെങ്കിൽ 23,000, ഒരു കാര്യം നിങ്ങൾ ഓർത്തോളുക, 23,565, ഒരു കാര്യം നിങ്ങളെ മനസ്സിൽ എപ്പോഴും ഓർത്തോണം. 23,565 മുകളിൽ മാർക്കറ്റ് നിൽക്കുകയാണെങ്കിൽ 23,706 എന്ന് പറഞ്ഞാൽ ഇത്രയും ഏരിയയിൽ കുറച്ച് ഫില്ലിംഗ് വരാനുള്ള ചാൻസ്, വളരെ ഫാസ്റ്റ് ആൻഡ് ഡൗൺ വയർ ഏരിയ ആയതുകൊണ്ട് ഈ ഭാഗത്ത് ഒരു ബാലൻസ് ക്രിയേറ്റ് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. പുറത്തുള്ള 565 മുകളിൽ 706 വരെ ഒരു ബാലൻസ് തരാനുള്ള ചാൻസ് കൂടുതലാണ്. 460 താഴെ മാത്രമേ സെല്ലിംഗ് എടുക്കാവുള്ളൂ. 706 മുകളിൽ സസ്റ്റെയിൻ ചെയ്യാൻ മാത്രമേ ബൈയിങ്ങിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കാൻ പാടുള്ളൂ. അപ്പം വ്യക്തമായി നിങ്ങളെ മനസ്സിൽ ഓർത്തേക്കുക, ട്രേഡിങ്ങിന് വേണ്ടി യൂസ് ചെയ്തേക്കുക. ഇതാണ് നമ്മുടെ നിഫ്റ്റിയുടെ ലെവല്. ഇനി നമുക്ക് നോക്കേണ്ടത് നമ്മളെ ബാങ്ക് നിഫ്റ്റി. ഇന്നലെയും ഞാൻ പറഞ്ഞു, നമ്മുടെ ബാങ്ക് നിഫ്റ്റി ചെറുക്കനും നിഫ്റ്റിയെ പോലെ തന്നെയായിരുന്നു. ലാസ്റ്റ് മിനിറ്റിൽ ലാർജ് ഒരു ഡൗൺവേർഡ് മൂവ് ആണ് വന്നത്. സോ 23 അവനും മറ്റൊരു പോലെ തന്നെ എന്താണ് 50,930 POC, 50,810 VWAP. അപ്പൊ എന്താ നമുക്ക് ബാങ്ക് നിഫ്റ്റി എന്താണ് ബാങ്ക് നിഫ്റ്റി നമ്മൾ ലെവൽസ് എല്ലാം മാറ്റി വയ്ക്കുക. 50,930 ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചുള്ള POC. അത് മനസ്സിലോർത്തോളൂ, 50,930 POC. അത് കൃത്യമായിട്ട് മനസ്സിലോർത്തേക്കുക. അപ്പൊ ഞാൻ POCയുടെ കളർ കൊടുത്തേക്കാം. എന്നിട്ട് VWAP എത്രയാണ്? 50,810 VWAP. 50,810 VWAP എത്രയാണ്? VWAP and bullish reference. VWAP and bullish reference എത്രയാണ്? 50,810. ഇത് മുകളിൽ എത്രയാണ്? ടാർഗറ്റ് എത്രയാണ്? ഫസ്റ്റ് ടാർഗറ്റ് 50,000. ഇത് എത്രയാണ്? VWAP, അത് ബുള്ളിഷ് റെഫറൻസ്. ഇത് POC ആൻഡ് R1 ആണ്. ഇത് ഓർത്തോളൂ. അപ്പം VWAP ഇതിന് ഞാൻ കളർ കൊടുത്തേക്ക്, VWAP കളറിന് കൊടുത്തേക്ക്. സോ ബുള്ളിഷ് റെഫറൻസിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ 210 വരെ പോകും. അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ ഓർത്തോളുക, നമുക്ക് എവിടം വരെ പോവാം? അടുത്ത വരാമോ ടാർഗറ്റ് 51,100. 51,100 ഫസ്റ്റ് ആയിരുന്നു. 51 R2 എന്ന് പറയുമ്പോൾ 51,100. അതിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുമെങ്കിൽ അടുത്ത വരാൻ പോകുന്നത് എത്രയാണ്? R3 എന്ന് പറയുമ്പോൾ 51,214. R3 എന്ന് പറഞ്ഞാൽ 51,214. ഇതാണ് നമ്മളെ സംബന്ധിച്ചുള്ള എന്താണ് R3. ഞാൻ ബാങ്ക് നിഫ്റ്റിക്ക് R3 വായിക്കുന്നത്, കുറച്ചുകൂടെ വോളിയം മൂവ്മെന്റ് ഉള്ളത് ബാങ്ക് നിഫ്റ്റിക്ക് ആയതുകൊണ്ട് അത് പെട്ടെന്ന് വേണമെങ്കിൽ മൂവ്മെന്റ് വരാം. സോ R1 930ക്ക് മുകളിൽ R2 ആയ 51,100, അതിന് മുകളിൽ 51,214 ഭാഗത്തേക്ക് പോവാം. ഇനി ബുള്ളിഷ് റെഫറൻസ് എന്ന് പറയുമ്പോൾ VWAP ആണ്. ഇനി ഓർത്തുള്ള ബെയറിഷ് റെഫറൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മളെ സംബന്ധിച്ച് ഞാൻ 2 ദിവസം POC മെർജ് ചെയ്യായിരുന്നു. 50,405 നമ്മളെ സംബന്ധിച്ചുള്ള ബെയറിഷ് റെഫറൻസ്. സോ 50,405 ബെയറിഷ് റെഫറൻസ് എന്ന് പറഞ്ഞാൽ ഏതാണ്? 50,405. ഓർത്തോളൂ. അത് നമ്മൾ അതിന് താഴെ മാത്രം നിങ്ങൾ സെല്ലിങ്ങിനെ കുറിച്ച് ചിന്തിച്ചാൽ മതി. ഓക്കെ, അതിന് താഴെ നിൽക്കുകയാണെങ്കിൽ അടുത്ത ഫസ്റ്റ് ടാർഗറ്റ് എത്രയാണ്? 50,270. ഓർത്തോളൂ, 50,255. ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 50,255 നമ്മളെ സംബന്ധിച്ചുള്ള S1. ഓക്കെ, അതിന് താഴെ S2 എത്രയാണ്? 50,062. 50,062. സോ ഓർത്തോളാം, S2 എന്ന് പറയുമ്പോൾ 50,062. അതിന് താഴെ S3 എന്ന് പറയുമ്പോൾ 49,905. പഴയ ഒരു റേറ്റ് ആണ്. 49,925 S3. ഇത് ഓർത്തോളൂ. ഇതാണ് നമ്മളെ സംബന്ധിച്ചുള്ള മാർക്കറ്റിന്റെ ഒരു ലെവൽ. ഇപ്പൊ നിങ്ങളെ മനസ്സിൽ വ്യക്തമായിട്ട് മാർക്ക് ചെയ്ത് വെക്കുക. പിന്നെ ഒരു കാര്യം നിങ്ങളെ മനസ്സിൽ വ്യക്തമായി ഓർക്കുക, ഈ 50,660 മുകളിൽ നിൽക്കുകയാണെങ്കിൽ ഓർത്തോളുക, 50,660 അവിടെ ഒരു റെഫറൻസ് അല്ല, അതൊരു റെസിസ്റ്റൻസ് ആണ്. അതിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുമെങ്കിൽ മാർക്കറ്റ് POCയുടെക്കും ഈ ഒരു റൊട്ടേഷൻ, അതായത് ഈ ഒരു ഇതിനകത്ത് ഈ ഏരിയ കിടന്ന് കളിക്കാനുള്ള ചാൻസ് കുറച്ച് കൂടുതലാണ്. അപ്പൊ 50,810 മുകളിൽ മാത്രമേ നിങ്ങൾ ബൈയെ കുറിച്ച് ചിന്തിച്ചാൽ മതി. അത് കഴിഞ്ഞ് 50,405 താഴെ മാത്രമേ സെല്ലിനെ കുറിച്ച് ചിന്തിച്ചാൽ മതി. അപ്പൊ ഈ ലെവൽ നിങ്ങൾ വ്യക്തമായിട്ട് മാർക്ക് ചെയ്യുക.
ട്രേഡ് ചെയ്യുക. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഇന്ന് രാത്രി വരാവുന്ന എക്സിറ്റ് പോളാണ് നമ്മുടെ നാളത്തെ മാർക്കറ്റിനെ മൊത്തത്തിലുള്ള ബാധിക്കുന്നത്. അതുകൂടാതെ റഷ്യയുടെ ആ ഒരു ന്യൂക്ലിയറിന്റെ ഒരു ഇഷ്യൂ മാർക്കറ്റിൽ കിടക്കുന്നതുകൊണ്ട് എപ്പോഴും ഒരു ചെറിയ ഹെഡ്ജോട് കൂടി ട്രേഡ് ചെയ്താൽ നമുക്ക് വലിയ പ്രോഫിറ്റ് കിട്ടിയില്ലെങ്കിൽ കൂടി യു മേക്ക് ദ മണി. സോ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ സൈൻ ഓഫ് ചെയ്ത് നിങ്ങളുടെ സ്വന്തം വിഷ്ണുഗുപ്തൻ. വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ലൈവ് മെന്റർഷിപ്പിനെ കുറിച്ച് പല ആൾക്കാരും ചോദിക്കാറുണ്ട്. അതിനെക്കുറിച്ച് അറിയണമെങ്കിൽ കമ്പനിയിൽ കാണിച്ച നമ്പറിൽ ബന്ധപ്പെടുകയാണെങ്കിൽ ലൈവായിട്ട് എന്റെ കൂടെ വന്ന് കോപ്പി ട്രേഡ് ചെയ്യും. ഞാൻ ചെയ്യുന്ന ട്രേഡ് നിങ്ങൾക്ക് അതുവരെ നോക്കി കോപ്പിയായി ട്രേഡ് ചെയ്യാം. ഞാൻ പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അതുപോലെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾ ലൈവായിട്ട് ട്രേഡിംഗ് കാണുകയും ചെയ്യാം. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. ടേക്ക് കെയർ. ബൈ ബൈ.